ഗൈസ് നമസ്കാരം. പാക്കേജിംഗ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ ഈ വീഡിയോ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പില്ലോ പൗച്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നോക്കിയൊരു പൊട്ടാറ്റോ ചിപ്സിൻ്റെ സിങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള പൊട്ടാറ്റോ ചിപ്സിൻ്റെ നമ്മളിങ്ങനെ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നൊരു ബോക്സ് ടൈപ്പാണ്. അപ്പോൾ ബോക്സ് ടൈപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു മൗസിൻ്റെ ബോക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ മൗസിൻ്റെ ബോക്സ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഇതുള്ളത്. ലോഗോ ഉണ്ട്, പിന്നെ മൗസിൽ പ്രൊഡക്റ്റ് ഉണ്ട്, പിന്നെ ബ്രാൻഡ് നെയിമാണ്, മോഡൽ നെയിം ഉണ്ട്, പ്രൊഡക്റ്റിൻ്റെ പേര്, പാക്കേജ് സൈസ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഹൈലൈറ്റ്സ് ഏതൊക്കെ ഹൈലൈറ്റ്സ് ചെയ്യണം എന്നുള്ളതുണ്ട്, പിന്നെ സ്പെസിഫിക്കേഷൻ, ബാക്കിൽ വരുന്ന സ്പെസിഫിക്കേഷൻ, EN കോഡ്, ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് വേണം? പാക്കേജ് ഉണ്ടാക്കണം. അപ്പോൾ പാക്കേജിൻ്റെ ഡൈ കട്ട് ഉണ്ടാക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ പാക്കേജിൻ്റെ ഡൈ കട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കേജിൻ്റെ ഡൈ കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഒരു പുതിയൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുകയാണ്. ജസ്റ്റ് CMYKയിൽ ഒരു ഡോക്യുമെൻറ്റ് 300 PPIയിൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യണം നമുക്കറിയാൻ വേണ്ടിയിട്ട്. അതിൽ വിഡ്ത്ത് കാണിക്കുന്നത് 275 mm ആണ്. അതേപോലെ ലെങ്ത്ത് 200 mm ആണ്. അതേപോലെ ഹൈറ്റ് 400 mm ആണ്. ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് Ctrl+R ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗൈഡ് എടുക്കുക. എന്നിട്ട് ഇവിടെ മില്ലിമീറ്റേഴ്സ് തന്നെയാണെന്ന് ഉറപ്പിക്കുക. കാരണം മില്ലിമീറ്റേഴ്സിലാണ് ഇവിടെ പാക്കേജിൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ യൂണിറ്റിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റെക്റ്റാങ്കുലർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റെക്റ്റാങ്കുലർ ടൂളിൻ്റെ ആ ഒരു ബോക്സ് വരും. അതിൻ്റെ അകത്ത് നമ്മൾ 275 എന്ന് കൊടുക്കുക. ഹൈറ്റ് ആണെങ്കിൽ 400 അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിഡ്ത്ത് 275, ഹൈറ്റ് 400. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു ബോക്സ് വരും. അതേപോലെ നമ്മൾ വേറൊന്നും കൂടി ക്ലിക്ക് ചെയ്യുക, വേറൊരു ബോക്സും കൂടി എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ലെങ്ത്താണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വിഡ്ത്ത് ഉണ്ടാക്കി, ഇനി ലെങ്ത്ത് ഉണ്ടാക്കണം, പിന്നെ ഹൈറ്റ്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പാക്കേജിൻ്റെ മറ്റ് റൈറ്റ് സൈഡിൽ വരുന്ന ആ ഒരു ഭാഗം. ഇനി ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്ട്രോക്ക് ആക്കുക. ഓക്കെ, സ്ട്രോക്ക് ആക്കി കൊടുത്ത് ഇനി അതേപോലെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെ ആൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കിട്ടി, സൈഡ് കിട്ടി, ബാക്ക് ഭാഗം കിട്ടി, മറ്റ് ലെഫ്റ്റ് സൈഡിൽ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലാപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് സിംഗിൾ ഫ്ലാപ്പ് ആണോ ഡബിൾ ഫ്ലാപ്പ് ആണോ എന്നുള്ളത് നമ്മൾ പാക്കേജിങ്ങിൻ്റെ ആൾക്കാർ തീരുമാനിക്കുക. അതായത് ഇവരെ ക്ലയൻറ്റ് തീരുമാനിക്കണം ഈ സിംഗിൾ ഫ്ലാപ്പ് വേണോ അതോ ഡബിൾ ഫ്ലാപ്പ് വേണോ എന്ന്. ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ഫ്ലാപ്പാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു വിഡ്ത്ത് ലെങ്ത്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത്ത്, ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ ഈ 200 ആയിരിക്കണം ഇതിൻ്റെ ഫ്ലാപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 275, ഹൈറ്റ് എന്ന് പറയുന്നത് 200. എന്നാൽ മാത്രമേ ഇതിങ്ങനെ എന്താണ് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് അടക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് കൊള്ളുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ അളക്കണം. ശരി, കണ്ട. അപ്പോൾ ഇതിങ്ങനെ അടക്കണം എന്നുണ്ടെങ്കിൽ അത് അവിടെ കൊള്ളണം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡൈ ഉണ്ടാക്കുന്നത്. ഇനി ബാക്കിയുള്ള ഇതിൻ്റെ കുറച്ച് കോമ്പോണൻസ്, ഡൈൻ്റെ കോമ്പോണൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പ്രിൻറ്റേഴ്സ് സാധാരണ റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കും വേണമെന്നുണ്ടെങ്കിൽ റെഡിയാക്കാം. ഇപ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ഇത് കണ്ട ഈ ടൂളുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി, ഈ ടൂൾ എനേബിൾ ആവും. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ടൂൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഈ സെയിം സാധനം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരിക, ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇവിടെ നിന്നും നമ്മളിതിൻ്റെ പകുതി ഒരു സാധനം എടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഇവിടെയും അതേപോലെ എടുക്കുക. ഈ സെയിം സാധനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് താഴത്തേക്ക് വന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ അറ്റത്തുണ്ടാവും ഇതേപോലത്തെ ഒരു സാധനം ഉള്ളിലേക്ക് ഇറക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കാക്കുക. കാരണം അത് മടക്കാൻ വേണ്ടിയിട്ടല്ലേ. ഒന്ന് ഉള്ളിലേക്കാക്കിയിട്ട് ഈ ഭാഗം നമുക്കൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കാം. അതേപോലെ
ഇതേപോലെ താഴത്തുണ്ടാവും ഇതിൻ്റെ ഒരു സെയിം സാധനം. അത് നമ്മൾ ഇങ്ങനെ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ബാക്കിയൊക്കെ പ്രിൻറ്റേഴ്സ് അവിടുന്ന് മോഡിഫൈ ചെയ്യും. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡൈ ഉണ്ടാക്കി അല്ലേ. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു പിങ്കോ അല്ലെങ്കിൽ ഒരു ബ്ലൂവോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സിയാൻ കളറിലാണ് കൊടുക്കുന്നത്. ഒരു 2x അല്ലെങ്കിൽ 1.5 PT നമുക്കിതിൻ്റെ സ്ട്രോക്ക് കൊടുക്കാം. ഓക്കെ, എപ്പോഴും ഈ പാക്കേജ് സൈസിൻ്റെ ഈ ഒരു ഡയമെൻഷന് ഇവിടെ ഉണ്ടാവുന്നത് നല്ലതാണ്. ഇനി ഇത് മൊത്തം സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഷിഫ്റ്റ് O ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് O ക്ലിക്ക് ചെയ്യുമ്പോൾ ആർട്ട് ബോർഡ് ടൂൾ എനേബിൾ ആവും. ജസ്റ്റ് ഈ ഡൈനിലെ ഏതെങ്കിലും ഒരു ലൈനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് ചുറ്റോറായിട്ട് ഈ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ആവും. എന്നിട്ട് നമ്മളുടെ പഴയ ആർട്ട് ബോർഡ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് അടിക്കുക. ഇന്ന് നമ്മളുടെ ഈ ആർട്ട് ബോർഡ് ഒന്ന് വലുതാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡൈ കിട്ടിയിട്ടുണ്ടാവും. നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റ് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് എന്താ കൊടുക്കുക, ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ ഈ ബ്ലൂ തന്നെ കൊടുത്താലും മതി. കണ്ടോ, ഈ ബ്ലൂ കൊടുത്താലും മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇത് ഒരു ഫസ്റ്റ് ലെയറാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു എന്ത് വേണമെന്നറിയാം, ഓഫ്സെറ്റ് അടിക്കണം. ഓഫ്സെറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഗൈഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാർജിൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ മടങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളിലോട്ടായിട്ട് വേണം ഡിസൈനൊക്കെ വരാൻ. അപ്പോൾ നമുക്ക് സേഫ് ഏരിയ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓഫ്സെറ്റ് പാത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് ഈ ഡൈ കട്ട് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പോയിട്ട് പാത്തിൽ ഓഫ്സെറ്റ് പാത്ത് അടിക്കും. എന്നിട്ട് ഓഫ്സെറ്റിൽ ഒരു 1.5 mm അല്ലെങ്കിൽ 1.3 mm ഒക്കെ എടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ ഈ ഇതൊന്ന് ഫില്ല് ചെയ്യാണ്. സ്ട്രോക്ക് മാറ്റിയിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ഗൈഡ് മാത്രം ഞാൻ സെലക്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു മേളത്തെ ഭാഗം വേണം, താഴത്തെ വേണ്ട, ഇവിടുത്തെ വേണ്ട, ഇവിടുത്തെയും വേണ്ട, ഇവിടുത്തെയും വേണ്ട, ഇവിടുത്തെയും വേണ്ട. ഈ ഒരു ഏരിയാസത്തൊക്കെ എനിക്ക് വേണ്ടതാണ്. ഇത്രയും ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് Ctrl+5 അടിച്ചാൽ ഇതൊരു ഗൈഡായിട്ട് മാറും. കണ്ടോ, ഗൈഡായിട്ട് മാറും. ഇനി ഇതെന്ന് പറയുന്നത് നമ്മളുടെ ടോപ്പ് ലെയേഴ്സായിട്ട് വെക്കുക. ഇത് ലോക്ക് ചെയ്യുക. കണ്ടോ, ലെയേഴ്സ് പോയിട്ട് അത് ലോക്ക് ചെയ്യാം. നമ്മൾ പുതിയ പ്ലസ് അടിച്ചിട്ട് താഴത്തേക്ക് കൊണ്ടുവരിക ആ ലെയർ. ഈ ലെയറിലാണ് നമ്മളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ കിട്ടും. ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഡൈ കട്ടും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടാണ്. അതവിടെ ഇനി അനങ്ങൂല. കണ്ടോ, നമ്മളിവിടെ ലോക്ക് ചെയ്തതുകൊണ്ട് അത് അനങ്ങൂല. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡാർക്ക് കളറ് തീമിലാണ് ഈ ഒരു മൗസിൻ്റെ പാക്കേജ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ ആർട്ട് ബോർഡിൻ്റെ കളർ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വേറൊരു ഡാർക്ക് കളറിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഞാനവിടെ ഈ ഇതിൽ കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റുമ്പോൾ കൊടുത്തിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗ്രേ കളർ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറെ ഒരു ലെയർ പുതിയത് ഉണ്ടാക്കിയിട്ട് ഏറ്റവും താഴെ ഉണ്ടാക്കുക. ഓക്കെ, താഴെ ഇട്ടിട്ട് അത് റെക്റ്റാങ്കുലർ ഒരു ടൂളിൽ ഫുള്ള് വരച്ച് നമ്മൾ ആ കളറ് മൗസിൻ്റെ ഏതെങ്കിലും ഒരു ഡാർക്ക് കളറിൽ ചൂസ് ചെയ്യാം. യെസ്, ഈ കളർ ചൂസ് ചെയ്തു കേട്ടോ. ഈ കളർ ചൂസ് ചെയ്തിട്ട് അത് ഏറ്റവും താഴെയുള്ള ലെയറിലാണ് വേണ്ടത്. അത് ലോക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മുകളിലത്തെ ഗൈഡ് ലൈനും കിട്ടി, അതായത് ഡൈ കട്ടും കിട്ടി, താഴെയുള്ള ഇതും കിട്ടി. അപ്പോൾ രണ്ട് കണ്ടോ, മനസ്സിലായോ? നമ്മളുടെ ഡീറ്റെയിൽ മൊത്തം സെൻറ്ററിലാണ് വരിക. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലോഗോ ആഡ് ചെയ്യണം. ഫസ്റ്റ് ലോഗോ ഒന്ന് ആഡ് ചെയ്യട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, ലോഗോ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. ലോഗോ ഇങ്ങനെ കൊടുത്തു നോക്കാം. ഓക്കെ, കോപ്പി എടുക്കുക. എക്സ ഇവിടെ മുകളിൽ കൊടുക്കാം. ഇനി നമുക്കിത് കറക്റ്റ് സെൻട്രൽ ലൈനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി വെച്ചാൽ ഒരു ഇത്രയും ഭാഗം നമുക്കിവിടെ താഴത്തേക്ക് ഉണ്ടാക്കിയിടുക. അതായത് ഇതൊന്നുണ്ടാക്കി, പിന്നെ ഇതൊരെണ്ണം ഉണ്ടാക്കി,
ഇത് രണ്ടും വേറെ വേറെ കളറാക്കിട്ടാ. ഇപ്പോൾ നമുക്ക് എന്തിനാ വെച്ചാൽ ഈ നോവേക്സ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതായത് ഈ ലോഗോയും ഈ താഴത്തുള്ള കറക്റ്റ് ഞാൻ അലൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ബോക്സും സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ രണ്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് മൗസൊക്കെ കീബോർഡിൽ നിന്നൊക്കെ വിട്ടിട്ട് ജസ്റ്റ് ഒരു തവണ കൂടി ആ വെള്ള കളറിൽ ക്ലിക്ക് ചെയ്താൽ അതൊരു ടിക്ക് ബോക്സ് ആയിട്ട് കാണും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താ വെച്ചാൽ ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റും നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പറ്റും കണ്ടോ. അപ്പോൾ എനിക്ക് സെൻറ്ററാക്കാൻ പറ്റും ഈ സാധനത്തിൻ്റെ. അപ്പോൾ അങ്ങനെ സെൻറ്ററിലാക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ബ്രാൻഡ് നെയിം എടുത്ത് പ്രൊഡക്റ്റ് നെയിം വയർഡ് ഗെയിമിംഗ് മൗസ് എന്നാക്കാം. ഓക്കെ, ഓക്കെ, ഇതിന് നല്ലൊരു ഫോണ്ട് വേണം. ഫോണ്ട് ഞാനിവിടെ കൊടുക്കുന്നത് ഒരു ടെക് ഫോണ്ട് കിട്ടണം. ഇതെങ്ങനെ ഉണ്ടാവും? ഇത് നൈസാ തോന്നുന്നു കേട്ടോ. ഇത് ശരിയല്ല. ഇത് കൊള്ളാം. ഇത് നമുക്കൊന്ന് സ്ലാൻഡ് 0 ആക്കിയിട്ട് വെയിറ്റ് കുറച്ച് പിടുത്ത് കൂട്ടിയാൽ ഇത് കുഴപ്പമില്ല തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഗെയിമിംഗ് മൗസ്, വയർഡ് ഗെയിമിംഗ് മൗസ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. മോഡൽ നെയിം എന്താ മോഡൽ നെയിം വരുന്നത്? GX Pro. ഓക്കെ, ഓക്കെ, ഇത് നമുക്കിങ്ങനെ ചരിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വെറുതെ ആദ്യം ഒന്ന് കൊടുക്കാന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം ഒരു അലൈൻമെൻറ്റ് കിട്ടിയിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മൗസൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അതിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ മാറും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാന്നേ ഉള്ളൂ. ഇനി അടുത്തത് വയർഡ് ഗെയിമിംഗ് മൗസ് ആഡ് ചെയ്ത് നമ്മളിതിൻ്റെ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് ഇനി ഇതിൽ ഹൈലൈറ്റ് ചെയ്യണ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത്രയും സെൻസർ അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ സെൻസർ നമുക്കൊന്ന് റെഡിയാക്കണം. ഓക്കെ, സെൻസർ ആഡ് ചെയ്യാം. പിന്നെ ഡൈനാമിക് RGB ലൈറ്റിംഗ് ഉണ്ടായിക്കോട്ടെ ഫീച്ചറായിട്ട് കേട്ടോ. പിന്നെ പോളിംഗ് റൈറ്റ് 8 പ്രോഗ്രാമബിൾ ബട്ടൺസ് ഉണ്ടായിക്കോട്ടെ. 8 പ്രോഗ്രാമബിൾ ബട്ടൺസ്. അപ്പോൾ നമുക്ക് മൗസ് കൊടുത്ത് ഇവിടെ അങ്ങനെ ഒരു കട്ട കൊടുത്ത് ഇവിടെ അങ്ങനെ ഒരു കട്ട കൊടുത്ത് റെഡിയാക്കാം. പിന്നെ എർഗോണോമിക് ലൈറ്റ് ഹാൻഡ് അതൊന്നും വേണ്ട. ഡിസൈൻ ഐഡിയ ഡാർക്ക് അതൊന്നും വേണ്ട. അത് അവരുടെ ആ ഒരു സ്റ്റൈല് പറഞ്ഞതാണ്. പിന്നെ സ്പെസിഫിക്കേഷൻ ഇതൊക്കെ ബാക്കിൽ കൊടുക്കാം. ഇത്രയും സാധനം മതി. ഇനി നമുക്കിതൊന്ന് ഫോട്ടോഷോപ്പിലൊന്ന് കൊണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കട്ടെടുത്ത് മൊത്തം വരഞ്ഞ് ബാക്ക് ഇടുക. ഇതിന് നമ്മൾ ഒപ്പാസിറ്റി 0 ആക്കുക. മൊത്തം സെലക്ട് ചെയ്യുക, Ctrl+C അടിക്കുക. ഓക്കെ, ഇനി ഫോട്ടോഷോപ്പ് എടുത്ത് ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്തിട്ട് ക്ലിപ്പ് ബോർഡാണെന്ന് ഉറപ്പ് വരുത്തുക. CMYK മാറ്റിയിട്ട് RGB വെക്കുക. ഓക്കെ കൊടുക്കുക. അതിൻ്റെ മുമ്പ് ഇത് സേവ് ചെയ്യണം കേട്ടോ. ഈ ഫയൽ ഞാൻ ഇത് സേവ് ചെയ്യട്ടെ. നോവേക്സ ഗെയിമിംഗ് മൗസ് പാക്കേജ് ഡിസൈൻ. ഓക്കെ, സെയിം ലൊക്കേഷനിൽ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്യേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫയലും സേവ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 72 PPAയിലാണ്. നമ്മൾ Ctrl+Alt+I അടിച്ച് നമ്മളത് 300 ആക്കുക. ഓക്കെ, നമ്മൾ സേവ് എടുക്കുക. നമ്മൾ പേസ്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആ ഒരു ഫയൽ ഒന്നും കൂടി എടുത്ത്, അതായത് ആ ഒരു ലെയർ ഒന്നും കൂടി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ഈ സെയിം കളർ എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഇട്ടെ. നമുക്ക് ഇതിൻ്റെ ഈ കളർ എടുത്തിട്ടല്ലോ എടുത്തിട്ട് ഞാനിതിൻ്റെ ബാക്കിലൊന്ന് ഇടുകയാണ്.
ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ പാക്കേജിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് പറയുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മൗസ് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിൽ പേസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോവാണ്. ഒന്ന് വലുതാക്കുക, എന്നിട്ട് റാസ്റ്ററൈസ് ചെയ്യുക, എന്നിട്ട് റാസ്റ്ററൈസ് ചെയ്യുക, എന്നിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം. സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കേണ്ട കീ ഉണ്ടായിരുന്നു, പോയി. ഞാൻ അതൊന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. കീബോർഡ് ഷോർട്ട് കട്ടിൽ സ്മാർട്ട് ഒബ്ജക്റ്റ്. ഓക്കെ, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം, ചെറുതാക്കിയിട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. മൗസ് ഒന്ന് കട്ട് ചെയ്യണം. സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക, മൗസ് സെലക്റ്റായി, മാസ്ക് കൊടുക്കുക, ബാക്കിലോട്ട് വരിക. എന്നിട്ട് ഈ വയർ ഉണ്ടല്ലോ, ഈ വയർ എനിക്ക് ഫുള്ളായിട്ട് കിട്ടണം. എന്നിട്ട് ഞാനത് പിന്നെ കട്ട് ചെയ്തോളാം. അപ്പോൾ നേരെ മൗസിൻ്റെ ഇതിലേക്ക് തന്നെ വരിക, ഉള്ളിൽ തന്നെ വരിക. എന്നിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് കയറിയിട്ട് ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് Ctrl+Shift+C, Ctrl+Shift+V, എന്നിട്ട് Ctrl+T നേരെ വലിച്ചെണ്ണിട്ട്. അപ്പോൾ ആ കേബിൾ അങ്ങോട്ട് നീണ്ടു പൊക്കോളും. സേവ് കൊടുക്കുക, വരിക, ബാക്കൊക്കെ വരിക. ഇനി മൗസ് ഒന്ന് സെൻറ്റർ അലൈൻ ചെയ്യണം. എന്നിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യണം അല്ലേ. ഇവിടെ 3 ഫീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. 32,000 DPI സെൻസർ ഉണ്ട്. മറ്റേ 32,000 DPI സെൻസർ വരും. ഓക്കെ, പിന്നെ വരുന്നത് ഡൈനാമിക് RGB ലൈറ്റിംഗ്. ഡൈനാമിക് RGB ലൈറ്റിംഗ് എന്നുള്ളത് കാണണം. പിന്നെ 8 പ്രോഗ്രാമബിൾ ബട്ടൺസ് ആണ്. 8 പ്രോഗ്രാമബിൾ. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഫീച്ചേഴ്സായിട്ട് കാണിക്കേണ്ടത് അല്ലേ. കാണിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റിട്ടൊരു ചെറുതായിട്ട് കാണിക്കുക. ഇങ്ങനെ കാണിക്കുക നല്ലത്. ഇങ്ങനെ യെസ്, ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കത് ഇവിടുന്ന് ഫോട്ടോഷോപ്പിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രം എടുക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ മൗസ് അങ്ങനെ കിട്ടി. ഇനി കുറച്ച് ഐറ്റംസ് ഞാനിവിടെ എടുത്ത് വെച്ചിരുന്നു. എലമെൻറ്റ്സ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഇതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനത് ഉണ്ടാക്കിക്കോളാം. അതിൻ്റെ മുമ്പ് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ടിക്ക് ഞാൻ ഒരു ഇങ്ങനത്തെ ഒരു ബ്ലർ ടൈപ്പ് സാധനം കിട്ടണം. നോക്കണേ കേട്ടോ. ഓക്കെ, ഞാൻ റെഡിയാക്കാം. അതിന് മുമ്പ് ഈ മൗസും ഒരു ലോഗോ ഉണ്ടല്ലോ, ആ ലോഗോ ഒന്ന് തിളക്കം വെക്കാം. അതിനൊരു RGB ലൈറ്റ് കൊണ്ടുവരണമല്ലോ. RGB അല്ല, ഒരു ലൈറ്റ് വേണം. നോക്കട്ടെ, കൊണ്ടുവരാം. ഓക്കെ, ഇനി RGB ലൈറ്റ് കൊണ്ടുവരണം അല്ലേ.
ഇതിനുള്ളിൽ തന്നെ ഉണ്ടാവും RGB. നോക്കട്ടെ, അന്നേരം RGB അല്ല. ഈ ഗ്രേഡിയൻ്റ് ഒക്കെ നിങ്ങൾക്ക് മറ്റേ ഇത് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. മലയാളി ഡിസൈനറിലുണ്ട്, നമ്മളെ ടെലഗ്രാം ചാനലിലുണ്ട് കേട്ടോ. അതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈറ്റായിട്ടുള്ള ഈ ബ്ലൂ തന്നെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഔട്ടർ ഗ്ലോയോ അല്ലെങ്കിൽ ഷാഡോ കൊടുക്കാം. ഷാഡോ കൊടുത്തിട്ട് ഈ കളർ കൊടുക്കാം. ഓക്കെ, തൽക്കാലം മതി. ഇനി നമുക്കിതിന് ഷാഡോ കൊടുക്കട്ടോ. ഇന്നത്തെ സാധനങ്ങൾക്ക് ഷാഡോ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ഉള്ളിലാക്കിയിട്ട് കൊടുക്കണം അതിൻ്റെ ഷാഡോ. അതാണ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മൗസിൽ ഒരു സെലക്ഷൻ വരുത്തും. എന്നിട്ട് സെലക്ട് എടുത്തിട്ട് മോഡിഫൈഡിൽ കോൺട്രാക്റ്റ് എടുക്കും. എന്നിട്ട് കൂട്ടും, ഒരു 20 കൂട്ടും. അപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ വന്ന് തോന്നും. അല്ല, ഇനിയും വേണം, ഇനിയും ഉള്ളിലേക്കാക്കണം. കോൺട്രാക്റ്റ് ഇനിയും ഒരു ഉള്ളിലേക്കാക്കുക. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, Ctrl+J അടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു ഇത് കിട്ടും. അതിൻ്റെ ഒരു ഉള്ളിൽ സെലക്ഷൻ വെച്ചിട്ടുള്ള സെലക്ഷനിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു സാധനം കിട്ടും. അത് ബാക്ക് ഇടുക. എന്നിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ ഫിൽറ്റർ ഗാലറിയിൽ പാത്ത് ബ്ലർ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പാത്ത് ബ്ലർ എടുത്തിട്ട് നേരെ ബേസിക് ബ്ലർ മാറ്റിയിട്ട് റിയൽ സിങ്ക് ആക്കുക. ഇങ്ങനെ തൊട്ടുക. നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴത്തേക്ക് ആക്കുക. ഓക്കെ, അപ്പം ഞാൻ എടുക്കുന്നത് റൈറ്റാണ്. കറക്റ്റ് റൈറ്റിലേക്ക് പോട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഫിൽറ്ററിൽ കുറച്ച് ഗോഷൻ ബ്ലർ ആഡ് ചെയ്യുക. കുറച്ച് ഗോഷൻ ബ്ലർ ആഡ് ചെയ്ത് അപ്പം ഇങ്ങനെ വന്ന്, ഇനി നമ്മളുടെ ഈ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് നമ്മൾ മാറ്റണത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് കട്ടകൾ അത് അവിടെ നിന്ന് ഇടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ ടെക്സ്റ്റും മാറ്റാം നമുക്ക്. ഇനി ബാക്ക്ഗ്രൗണ്ടും ഇത് മാത്രമാണ്. അത് ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കിപ്പോഴും ഒരു സംഭവം വരാത്ത എന്താ വെച്ചാൽ, ഇതൊന്ന് കൊടുത്തോട്ടെ. ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ നിന്നൊരു ലൈറ്റ് ഇങ്ങനെ വരികയല്ലേ, വന്നോട്ടെ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ട, സോളിഡ് കളർ എടുത്തിട്ട് ഈ മൗസിൻ്റെ കളറിൽ ഏതെങ്കിലും കൊടുക്കാം. യെസ്, ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രെയിൻസ് എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് സേവ് കൊടുക്കാം. ഈ ഫയൽ എടുത്തിട്ട് നേരെ ഇല്ലുസ്ട്രേറ്ററിലേക്ക് വലിച്ചിടാം. എന്നിട്ട് ഇവിടെ നൈസായിട്ട് പ്ലേസ് ചെയ്യാം. ബാക്കിലോട്ട് ഇടാം. ഇനി ഈ സാധനം ഇവിടെ കൊടുക്കാം. ഇവിടെയുള്ളത് വരേണ്ടതല്ല. നമ്മൾ കുറച്ച് ബട്ടൺ ഈ ഫീച്ചേഴ്സ് ഒന്ന് നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം. അത് ഹൈലൈറ്റ് ചെയ്യാൻ നൈസായിട്ടൊരു ബോക്സ് എന്തെങ്കിലും കൊടുക്കാം. ഇതിന് നമുക്കൊരു ലൈൻ കൊടുക്കാം. ഓക്കെ, കുറച്ച് വലുതാക്കാം. ഇതൊക്കെ സെൻറ്ററിനാക്കിയാൽ എങ്ങനെ ഉണ്ടോ നോക്കട്ടോ. സെൻറ്റർ കുഴപ്പമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ആക്കാം. നമുക്ക് എന്താ പറയുക, ഈ കളറാക്കാം. ഓക്കെ,
RGB കളറ്. ഓക്കെ, ഇത് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ ഒരു ഗ്രേഡിയൻ്റ് ആക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഗ്രേഡിയൻ്റ് എടുത്തിട്ട്, ഇതിലല്ല ഗ്രേഡിയൻ്റ് എടുക്കുന്നത്, ഞാൻ പുതിയൊരു ഗ്രേഡിയൻ്റ് കട്ട് എടുക്കുകയാണ്. ഒരു റെക്ടാങ്കുലർ ടൂൾ എടുക്കുകയാണ്. ഇങ്ങനെ ഒപ്പിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ടെക്സ്റ്റും ഈ ഗ്രേഡിയൻറ്റും പാടെ സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് മേക്ക് മാസ്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. കണ്ടോ, മാസ്കിലാണ് ആ ഒരു പരിപാടി ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഈ ഒരു മറ്റേ വയറ് നൈസായിട്ട് ഫെയ്ഡ് ചെയ്യണം കേട്ടോ. ഞാൻ മറന്നുപോയി. എടുക്കുക, ഓക്കെ, അപ്ഡേറ്റ് ആവാത്ത അപ്ഡേറ്റ് ആയി. അപ്പം അങ്ങനെ കിട്ടും. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ സൈഡിലും ഇതേ സെയിം സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്തും കൊണ്ടുപോകണം. അപ്പുറത്തെ സൈഡിൽ, ഈ സൈഡിൽ കൊണ്ടുപോകണം. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ സംഭവങ്ങളൊക്കെ കൊടുക്കട്ടെ. ഇവിടെ കണ്ടോ, മൗസ് വർക്ക് ചെയ്യുന്ന ഒരാൾ, വേറെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, പ്രൊഡക്റ്റിൻ്റെ എങ്ങനെയായിരിക്കും ആ പ്രൊഡക്റ്റ് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ നോവാക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബ്രാൻഡിൻ്റെ ഇത് കൊടുക്കുക. അല്ല, മറ്റേ ആ സെയിം ബ്രാൻഡിൻ്റെ ലോഗോ വലുതായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ ഈ പറയുന്നിട്ടുള്ള സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഞാൻ അങ്ങനെ നൈസായിട്ട് ഫുള്ളാണ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അതേപോലെ ബാർകോഡിൻ്റെ സെക്ഷനും മറ്റേ സാധനങ്ങളും ഇതൊക്കെ ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക. കാരണം ഇത് എങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കൊടുക്കാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഞാൻ കൊടുക്കുന്നില്ല. എങ്ങനെ ഒരു ബോക്സ് ടൈപ്പിൻ്റെ ഒരു സംഭവം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത്. അതിപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്ത് നൊവാക്സ എന്നുള്ള ആ ഒരു ഇത് മാത്രം മതി, ലോഗോ മാത്രം മതി. ഓക്കെ, ഇതിങ്ങനെ തല കുത്തനായിട്ട് നിൽക്കും. അവിടെ നിന്നാണ് തുറക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് മൗസിൻ്റെ പാക്കേജിങ് ഉണ്ടാക്കി. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കർവ് ചെയ്തിട്ടാണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെ കർവ് ചെയ്ത് സേവ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഡോക്യുമെൻ്റ് ഫുള്ള് സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം CMYK ആണ് കേട്ടോ, അത് ഫുള്ള് CMYK ആണെന്ന് ഉറപ്പുവരുത്തണം. ഫോട്ടോഷോപ്പ് മാത്രമേ 6GB ഉള്ളൂ. ഇനി ഇത് മൊത്തം സെലക്ട് ചെയ്യുക, Ctrl+Shift+O അടിച്ചാൽ ഇത് ഫുള്ള് കർവായി പോവും. എന്നിട്ട് ഫയൽ എടുത്ത് സേവ് ആസ് കൊടുത്ത് PDF എടുത്ത് സേവ് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ പ്രസ് ക്വാളിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രിൻ്റ് ഉണ്ടാവും. ഇതിൽ പ്രസ് ക്വാളിറ്റിയാണ് ഞാൻ കൊടുക്കുന്നത്. പ്രസ് ക്വാളിറ്റി എടുത്തിട്ട് പ്രിസർവ് ഇല്ലുസ്ട്രേറ്റർ എഡിറ്റിംഗ് കപ്പാബിലിറ്റീസ് ഒഴിവാക്കിയിട്ട് സേവ് PDF കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളൊരു PDF ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ PDF ആണ് ഇതിൻ്റെ പ്രിൻ്റബിൾ ഫയൽ എന്ന് പറയുന്നത്. ഇത് പ്രിൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോക്സ് ആക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മോക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. മോക്കപ്പൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മോക്കപ്പ് നോർമലി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പാക്കേജിങ്, ഇങ്ങനത്തെ റെക്റ്റാങ്കുലർ പാക്കേജിങ്
പില്ലോ പാക്കേജിങ് അല്ലാത്ത റെക്റ്റാങ്കുലർ പാക്കേജിങ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് സംഭവം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാം. ഇതിലൊരു വർക്ക് ഫ്ലോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതിലിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഒരു ഫോട്ടോഷോപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിങ്ക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പാക്കേജ് ഉണ്ടാക്കുന്നത്, നമ്മളെങ്ങനെ അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.